പച്ചമാങ്ങ കൊണ്ട് സദ്യ സ്റ്റൈലിൽ നല്ലൊരു രസം തയ്യാറാക്കാം. അപ്പോൾ ചോറിന് വേറെ കറീൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് അത്യാവശ്യം നല്ല പുളിയുള്ള 2 മാങ്ങ എടുത്തിട്ടുണ്ട്. തൊലിയൊക്കെ കളഞ്ഞ് ചെറിയ പീസായിട്ടൊന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. കുക്കറിലേക്ക് ഇട്ടിട്ട് ഒരു 1/4 ഗ്ലാസ് വെള്ളവും ചേർത്ത് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നമുക്കിതൊന്ന് കുക്ക് ചെയ്ത് കൊണ്ടുവരാം. ഇതുപോലുള്ള ഒരു കല്ലിൽ നമുക്കൊരു ടേബിൾ സ്പൂൺ കുരുമുളക്, 1/2 ടീസ്പൂൺ ജീരകം, നല്ല ജീരകമാണ് എടുത്തിട്ട് അതും കൂടി ഒന്ന് ചതച്ചെടുക്കാം. അതുപോലെ തന്നെ 2 വലിയ വെളുത്തുള്ളിയും കൂടിയും ചതച്ചെടുക്കുന്നുണ്ട്. ഇനി ഒരു ചട്ടിയിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കടുകും ഉലുവയും പൊട്ടി വരുന്ന സമയത്ത് ഒരു ചെറിയ കഷ്ണം കട്ടക്കായും കൂടിയും ചേർത്ത് മൂത്ത് വരുമ്പോൾ കുറച്ച് കറിവേപ്പിലയും അതുപോലെ തന്നെ വറ്റൽമുളകും പിന്നെ പച്ചമുളകും ഒരു കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞതും കൂടിയും ചേർക്കാം. പിന്നെ നമ്മൾ പൊടിച്ചെടുത്ത പൊടിയും ഒരു വലിയ പഴുത്ത തക്കാളിയും ചേർത്തിട്ട് തക്കാളി ഒന്ന് വാടി വരുന്നവരൊന്ന് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും അതുപോലെ തന്നെ കുറച്ച് മല്ലിപ്പൊടിയും ചേർക്കുന്നുണ്ട്. അതിൻ്റെ പച്ചമണം മാറി വരുമ്പോൾ ഇതിലേക്ക് നമ്മൾ നേരത്തെ കുക്ക് ചെയ്ത് വെച്ച മാങ്ങ ഒന്ന് മിക്സിയിൽ നല്ലപോലെ അരച്ചിട്ട് ചേർക്കാം. കുറച്ച് വെള്ളം കൂടിയും ചേർത്തിട്ട് നമുക്കിത് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇനി ഒരു 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ നല്ലപോലെ ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം. അതുപോലെ ആവശ്യത്തിന് ഉപ്പ് വേണമെങ്കിൽ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കണം. ഇനി ലാസ്റ്റ് നമുക്ക് ഇതിലേക്ക് കുറച്ച് മല്ലിച്ചപ്പും കൂടി ഇട്ടിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു രസത്തിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ പച്ചമാങ്ങയൊക്കെ കിട്ടുന്ന ഈ ഒരു സീസണിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാൻ മറക്കല്ലേ.